കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എൻ്റെ ഹെൽത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഇപ്പോൾ ഓക്കെയാണ്. ചോദിച്ച എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇപ്പോൾ ചെറിയൊരു ജലദോഷം മാത്രമേ ഉള്ളൂ. അതെ, ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ആൾ അടുത്ത് പിടിക്കുന്നുണ്ട്. വെറുതെ പറഞ്ഞ കേട്ടോ, അത് ജസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയാണ്. എനിക്കുണ്ടായിരുന്നു ചുമ. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് യൂറോപ്പിലേക്ക് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇറ്റലിയിലേക്ക് എത്തിയെന്നാണ്. കഴിഞ്ഞ വീഡിയോ കണ്ട് ഒഫൻഡഡ് ആയിട്ടാണോ എന്ന് അറിയില്ല, എന്തിനാ ഒഫൻഡഡ് ആയെന്ന് എനിക്കറിയില്ല. കുറേ പേര് ഡി എമ്മിൽ വന്നിട്ട് നീ പാവാട വിസയ്ക്ക് ഇറ്റലി പോയവനോ അല്ലടെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായി. പാവാട വിസ വെച്ചാ അത് കണ്ടാ പണ്ട് ലൈക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നേഴ്സുമാരായിരുന്നു ആദ്യം പുറത്തേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. യൂറോപ്പ്, അമേരിക്ക, ഈവൻ ഓസ്ട്രേലിയയൊക്കെ ആണെങ്കിലും ചേച്ചിമാർ പോയിട്ട് അവരെ കെയർ ഓഫിൽ ഹസ്ബൻഡിനെ കൊണ്ടുവരുന്ന ചെയ്യാം. ഇങ്ങനെ പോണ ഹസ്ബൻഡ്സ് അവിടെ വീട്ടുപണി എടുക്കുക, ഇവരുടെ തുണി അലക്കി കൊടുക്കുക, മെയിനായിട്ട് പാവാട അലക്കി കൊടുത്താണ് ജീവിച്ചതെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹലോ, അങ്ങനെ കളിയാക്കി പറയുന്ന വിസയാണ് ഈ പാവാട വിസ എന്ന് പറയുന്നത്. അപ്പോൾ ഹസ്ബൻഡിന്റെ കെയർ ഓഫിൽ വൈഫ് വരുന്ന വിസന് എന്താ പറയാ, ബർമുഡ വിസ എന്നാ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ആളപ്പം ബർമുഡ വിസയിലാണ് വന്നത്, ഞാൻ പാവാട വിസയിലല്ല. ഇതിന് പാവാട വിസ അല്ലെങ്കിൽ ബർമുഡ വിസ എന്നൊന്നല്ല പറയാം, സ്പൗസസ് വിസ അല്ലെങ്കിൽ ഫാമിലി റീയൂണിഫിക്കേഷൻ വിസ എന്ന് പറയാം. അതിപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ കൊണ്ടുവരികയാണെങ്കിലും വൈഫ് ഹസ്ബൻഡിനെ കൊണ്ടുവരികയാണെങ്കിലും നാട്ടിൽ ഒരു പണിയില്ലാണ്ട് ചൊറിയും കുത്തിയിരിക്കണ ആൾക്കാരുണ്ടല്ലോ, അസൂയ പിടിച്ച് പണ്ടുള്ള ആൾക്കാർ, അവർ കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അത് വിട്ടേക്ക്. അപ്പം ഞാൻ എന്തായാലും സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുതരാം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിസയുടെ ഒരു പരിപാടിയും ചെയ്യണില്ല, അഡ്മിഷൻ എടുത്തു കൊടുക്കണില്ല, ലൈക്ക് അല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കറിയുന്ന ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യാം. അപ്പം യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടാണെങ്കിലും നമുക്ക് പുറത്ത് വേറെ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ ആൻഡ് സേഫസ്റ്റ് വേ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നതാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പം ഇറ്റലിയിലെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കുറവാണ്. പിന്നെയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. അതായത് നമ്മളിപ്പം നാട്ടിൽ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ബാച്ചിലേഴ്സ് ആണെങ്കിലും ശരി, മാസ്റ്റേഴ്സ് ആണെങ്കിലും ശരി, നമുക്ക് രണ്ടിനും സ്കോളർഷിപ്പ് കിട്ടും. കോഴ്സ് തീരുന്നവരെ സ്കോളർഷിപ്പ് ഉണ്ടാവും. നാട്ടിൽ നിന്ന് ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്യാം. ഇവിടെ വരുന്നതിന് മുന്നേ നമ്മൾ സ്കോളർഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റും പരിപാടിയൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടും. അതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് നടന്നു പോകും. ഞാൻ മാസ്റ്റേഴ്സാണ് ചെയ്തത്. 2 years ആയിരുന്നു കോഴ്സ്. നമുക്കത് 3 year വരെ എക്സ്റ്റെൻഡ് ചെയ്യാം വിത്ത് സ്കോളർഷിപ്പ്. സോ അതിന് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള കോഴ്സസിന് മാത്രമേ, ലൈക്ക് ഇവിടെ മീഡിയം ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിലായ കോഴ്സസിന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആയാലും അതെ രണ്ടാണെങ്കിൽ, ബാച്ചിലേഴ്സ് ആണെങ്കിൽ അതെ, നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അങ്ങനത്തെ കോഴ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് ഷെങ്കൻ കൺട്രീസിലേക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പം ഇറ്റാലിയൻ വിസയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇറ്റാലിയൻ സ്റ്റുഡൻറ്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഷെങ്കൻ കൺട്രീസിലേക്കൊക്കെ ആക്സസ് ഉണ്ട്. ട്രാവൽ ചെയ്യണമെങ്കിൽ ഇപ്പം ജർമ്മനിയിലേക്കോ ഫ്രാൻസിലേക്കോ സ്വിറ്റ്സർലാൻഡിലേക്കോ ലൈക്ക് 27-28 ഷെങ്കൻ കൺട്രീസ് ഉണ്ട്. എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് ഈ ഒറ്റ വിസ മതി. മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് തരിക. സോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാൻ വരികയൊക്കെ ചെയ്യാം. ടിക്കറ്റ് എടുത്താൽ മാത്രം മതി. സോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാർക്കും ഇത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അത് വേറെ കേട്ടോ, ഷെങ്കൻ കൺട്രീസിൽ ഏത് വിസ കിട്ടിയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ജർമ്മനിയോ പോർച്ചുഗലോ ഫ്രാൻസോ സ്വിറ്റ്സർലാൻഡോ ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പക്ഷേ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് വിസ റിജക്ഷൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിന് മുന്നേ ഇത് പറഞ്ഞുതരാം, ഞാൻ ബാക്കി ഇതും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 1 year ഇവിടെ സ്റ്റേ ബാക്ക് ഉണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടുന്നത് വരെ വർക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 year ഒരു പീരീഡ് ഇവർ തരുന്നുണ്ട്. ആദ്യം ഒരു 6 monthിലേക്കും പിന്നെ ഒരു 6 monthിലേക്കാണ് അത് തരിക. ജോബ് സെർച്ച് വിസ എന്നാണ് പറയുക. അപ്പം ഈ 6 monthിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ ഒരു വട്ടം കൂടെ ആക്കിയിട്ട് 1 yearനുള്ളിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലാംഗ്വേജ് വേണം, ബട്ട് അതായത് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഏത് ഷെങ്കൻ കൺട്രി നോക്കുകയാണെങ്കിലും അവിടുത്തെ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ജോലി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, കാരണം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ യൂറോപ്പിൽ സർവൈവ് ചെയ്യാന്ന് വിചാരിക്കുകയേ വേണ്ട. നമ്മളിപ്പോൾ ഇറ്റലിയിലാണെങ്കിൽ ഇറ്റാലിയൻ വേണം. പഠിക്കാനല്ല കേട്ടോ പറഞ്ഞത്, പഠിക്കാൻ നിങ്ങളെ ടീച്ചേഴ്സ് എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കും. പക്ഷേ ഇവിടെ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് വേണം. ഇറ്റലിയിലാണെങ്കിൽ ഇറ്റാലിയൻ വേണം, ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ വേണം, ഫ്രാൻസിലാണെങ്കിൽ ഫ്രഞ്ച് വേണം. സോ അത് നിർബന്ധമാണ്. കാരണം ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാലും ജോലി കിട്ടും, പക്ഷേ ചാൻസസ് വളരെ കുറവാണ്. സോ വന്നു കഴിഞ്ഞാൽ വിസ കിട്ടിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ വിസ റിജക്ഷൻ കുറേ വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിന് ഒന്ന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാത്തതാണ്. സബ്മിറ്റ് ചെയ്യുമ്പം അതിലെ റെഗുലേഷൻസ് നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ VFSC ചോദിച്ചാൽ നമുക്ക് അവർ പറഞ്ഞുതരും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ആ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസസ് അധികമാണ്. പിന്നെ ഫണ്ട് അത് ഭയങ്കര ഇതാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ട് നമുക്കൊരു 6 lakhs to 7 lakhs കാണിച്ചാൽ മതിയായിരുന്നു അക്കൗണ്ടിൽ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുമ്പോൾ. ഇപ്പോഴാണെങ്കിൽ 12 to 13 lakhs കാണിക്കണം. അതിന്റെ ടാക്സ് റിട്ടേണും അതെ, അതിൻ്റെ കറക്റ്റ് പ്രൂഫ് കാണിക്കണം. കാരണം ഇവരത് ചോദിക്കും സോഴ്സസ് എവിടെ നിന്നാണ് ഇവർക്ക് മനസ്സിലായിട്ട്. കാരണം കുറേ ഏജൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് കുറ്റം പറയുന്നതല്ല, ലൈക്ക് ആൾക്കാർ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് കാശ് പെട്ടെന്ന് ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്നൊരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്തേക്ക് കാശ് ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ്. അത് കുറ്റം പറയാനും പറ്റില്ല, എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ 13 ലക്ഷം എടുക്കാനുണ്ടാവില്ല. സോ നമുക്കത് മനസ്സിലാവും. ബട്ട് അത് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പം ഉടായ്പ് കാണിക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. കാരണം അതിൻ്റെ സോഴ്സസ് കാണിക്കാനുള്ള അവരെന്തായാലും ചോദിക്കും. ടാക്സ് റിട്ടേൺ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കറക്റ്റ് സോഴ്സ് കാണിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ മെയിനായിട്ട് കുറേ റിജക്ഷൻ വന്നത്, ഇപ്പം എനിക്കറിയുന്ന കുറേ പിള്ളേരൊക്കെ റിജക്ഷൻ വന്നത് മെയിനായിട്ട് ഇതിൻ്റെയാണ്. ഒന്ന് ടാക്സ് റിട്ടേണിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറ്റാത്തതാണ്, ഇൻകമിൻ്റെ സോഴ്സ് കാണിക്കാൻ പറ്റാത്തതാണ്. പിന്നെ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ഇപ്പം ചില യൂണിവേഴ്സിറ്റീസിൻ്റെയൊക്കെ ഇതുണ്ടല്ലോ, അത് എല്ലാം ഒന്നും ഇവരെടുക്കണില്ല, അങ്ങനെയുണ്ട്. പിന്നെ ഒരു ലക്കൊരു ഫാക്ടറാണ്. അതെ, അത് എല്ലാ കാര്യത്തിനും കേട്ടോ. ലക്ക് ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മളതില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചിലപ്പോൾ നമ്മളെക്കാളും ചാൻസസ് കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടും. പിന്നെയാണെങ്കിൽ നമ്മൾ മാത്രമല്ല, അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വേൾഡ് മൊത്തം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ മീൻസ് എല്ലാ രാജ്യത്തു നിന്ന് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് കോമ്പറ്റീഷൻ ഉണ്ട്. സോ നമ്മുടെ ചാൻസസ് അതിനെയും കൂടെ ബാധിച്ചിരിക്കും. മാർക്കും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞാൽ സ്പൗസ് വിസയുടെയും ലൈക്ക് ഡയറക്റ്റ് വർക്ക് വിസയുടെയൊക്കെ കാര്യങ്ങൾ ഞാനൊരു വേറെ വീഡിയോയിൽ ചെയ്യാം. കാരണം എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പറയേണ്ട പോയിന്റ്സ് ഞാനും വിട്ടു. സോ ഇതൊന്നും ആധികാരികമല്ല കേട്ടോ, എനിക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് പറയണതാണ്. സോ ലൈക്ക് വേറെ ആരെങ്കിലും ഇതിങ്ങനെ അല്ലാതെ അങ്ങനെയാന്ന് പറഞ്ഞാൽ അവർ പറയണതാണ് ശരി, ഞാൻ തർക്കിക്കാനേ ഇല്ല. സോ ലൈക്ക് ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയണമെന്നുള്ളൂ, ഇതൊന്നും ആധികാരികമല്ല. പിന്നാണെങ്കിൽ നിങ്ങൾ എല്ലാവരും, ഞാൻ ഇതായിട്ട് പറയല്ല, എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾക്ക് എല്ലാം നോക്കാൻ പറ്റില്ല. കാരണം കുറേ മെസ്സേജസ് വന്നാൽ അതെന്ത് ചെയ്യും, മെസ്സേജ് റിക്വസ്റ്റിലേക്ക് പോകും. പിന്നെ കുറേ മെസ്സേജ് ഹിഡൻ മെസ്സേജസ് ഇട്ടാണ് അതിലേക്കാണ് പോകുക. സോ നമുക്കെല്ലാം നോക്കാനുള്ള ഒരിതുണ്ടാവില്ല, കാരണം കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിന് മാക്സിമം ഞങ്ങൾ റിപ്ലൈ തരുന്നത്. അതെ, നോക്കിയിട്ട് മാക്സിമം കമൻറ്റിന് നോക്കിയിട്ട് റിപ്ലൈ തരാൻ വരും. അതും എല്ലാവരും തന്നില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കിടരുത്, മാക്സിമം നോക്കാം. പണിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിലാണ്. സോ നോക്കിയിട്ട് മാക്സിമം ചെയ്യാം. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും മെസ്സേജ് അയക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇതാവുക. കാരണം കുറേ മെസ്സേജ് ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജസ് എത്തുകയില്ല, കുറേ മറ്റേ ഇതിലങ്ങനെ നിന്ന് പോകും. അതെ, കുറേ ഹിഡനിലും ഒക്കെ ആയിട്ട് റിക്വസ്റ്റിലും ഒക്കെ ആയിട്ട് കിടക്കും. സോ അത് ശ്രദ്ധിക്കുക. പിന്നൊരു കാര്യം, ഫോളോ ചെയ്യാത്തവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കില്ല. അത് അത്രേ ഉള്ളൂ കേട്ടാ. ഫോളോ ചെയ്യാണ്ട് ആരും വരണ്ട. ഞാനിപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞ കേട്ടോ, നിങ്ങൾ ഫോളോ ചെയ്താലില്ലെങ്കിൽ ആൾക്ക് നിങ്ങളുടെ സൗകര്യമാണ്. ഫോളോ ചെയ്താലില്ലെങ്കിലൊക്കെ പറ്റുന്ന അറിയണ ഇൻഫർമേഷൻ പാസ് ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ശുഭദിനം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം, സ്പൗസ് വിസേൻ്റെയും വർക്ക് വിസേൻ്റെയും. ഓക്കെ, അപ്പം വൈഫിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ജെന്യൂനായിട്ട് പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വകയൊരു താങ്ക്സ്. സോ മീറ്റ് യു ഇൻ അനദർ വീഡിയോ.